അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പിന്നാലെ ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരുന്നു. നബി തങ്ങളെ ഒന്ന് നോക്കി, അവിടുത്തെ ഉപദേശം ഒന്ന് കേട്ടു. ആ ഒരു നിമിഷം കൊണ്ട് പാപപങ്കിലമായി മലീമസമായ മുഴുവൻ ഹൃദയങ്ങളും പരിശുദ്ധിയായിപ്പോയി, ശുദ്ധിയായിപ്പോയി. ഇതാണ് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും മഹാന്മാർക്ക് കിട്ടിയത്. ബിസുഹബത്തി ഖാതിമി റസൂലിൽ ബഗീയ വഉഇസ്സൻ വഫളലൻ റാതമാലി ബിസുഹബത്തി ഖാതിമി റസൂലിൽ ബഗീ. ഇത്രയും വലിയ ഇസ്സത്തുകൾ, ഇത്രയും വലിയ നിലപാടുകൾ ബഹുമാനപ്പെട്ട സഹാബത്ത് സമ്പാദിച്ചതും സംഭരിച്ചതും വാരിക്കൂട്ടിയതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വഹബത്ത് കൊണ്ടാണ്, സഹവാസം കൊണ്ടാണ്. ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ദീഖ് എന്തിനാണ് കരയുന്നത്? സമ്പത്തൊക്കെ തീർന്നതിന്റെ വിഷമം കൊണ്ടാണോ? ദാരിദ്ര്യം വന്ന് വിട്ടുപോയത് കൊണ്ടാണോ? കരിമ്പളം ധരിക്കേണ്ടി വന്നതിലാണോ താങ്കൾ കരയേണ്ടി വന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അതൊന്നുമല്ല, എനിക്കൊരു വലിയ അപകടം സംഭവിച്ചു പോയി, എനിക്കൊരു വലിയ നഷ്ടം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ആ നഷ്ടത്തിന് പരിഹാരം കാണാൻ കഴിയുകയില്ല റസൂലേ. ലോകത്ത് വരുന്ന ഏതൊരു നഷ്ടത്തിനും പരിഹാരം കാണാം, പക്ഷേ ഈ അബൂബക്കറിന് വന്ന് സംഭവിച്ച ആ നഷ്ടത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും താതോർത്ത് എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്നത്? വിമ്മി വിമ്മി പൊട്ടി പൊട്ടി കരയുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, നാം തമ്മിൽ ബന്ധപ്പെടാൻ തുടങ്ങിയതായ നാള് മുതൽ എവിടുത്തേതായ സന്തത സഹചാരിയായിട്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ള ആളാണ് ഞാൻ. ഈ മദീന പള്ളിയിൽ തുടക്കം മുതൽ ഈ സമയം വരെയും അവിടുത്തെ അസാന്നിധ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടുത്തെ സാന്നിധ്യം ഞാൻ പങ്കിട്ടവനാണ്. അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് നോക്കിയിരിക്കൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരവസരം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ മദീന പള്ളിയിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നഗ്നത മറച്ചു വരാൻ കഴിയാത്തതിന്റെ പേരിൽ എനിക്ക് അവസരം നഷ്ടപ്പെട്ടു പോയി. റസൂലുള്ളാഹിയുടെ തിരുമുഖം കാണാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിലാണ് നബിയെ ഞാൻ കരയുന്നതെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ചില്ലറ സ്നേഹമാണോ നബി തന്നെ കൊടുത്ത സ്നേഹം? നബി തങ്ങൾക്ക് കൊടുത്ത സ്നേഹം ചില്ലറയാണോ? അല്ല. അവിടെ ചെന്ന് ഒളി സങ്കേതത്തിലേക്ക് ഇറങ്ങി, ഗുഹയിലേക്ക് ഇറങ്ങി എല്ലാ പൊത്തുകളും അടച്ച് പരിക്ഷീണിതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിയിൽ കിടത്തി വിശ്രമിക്കുക. ഒരു കാരണവശാലും ശത്രുക്കൾ ഇവിടെ വരുത്തില്ല. അവർക്കറിയാം മദീനയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ മദീനയിലേക്ക് പോകുന്നതിന്റെ റൂട്ടിൽ അവരൊക്കെ പോയിട്ടുണ്ട്. ബുദ്ധിമാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂട്ട് തെറ്റിച്ചാണ് ഈ ഭാഗത്തേക്ക് വന്നത്. മദീനയിലേക്കുള്ള വഴിയല്ല, സൗർ ഗുഹയുടേതായ വഴി, മറ്റൊരു വഴിയാണ്. ശത്രുക്കളെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി. പക്ഷേ ശത്രുക്കൾ വന്നു. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കുമ്പോഴേ എല്ലാ പൊത്തുകളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടച്ച് നബി തങ്ങൾ മടിയിൽ തലവെച്ചങ്ങ് മയങ്ങിപ്പോയി. അപ്പോഴാണ്